ഗസ് ഇന്ന് മാർക്കറ്റിൽ നമ്മളൊരു 5000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം സമയം ഒരു 3 മണി ആവാറായി. ജസ്റ്റ് എനിക്ക് ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ബാങ്ക് നിഫ്റ്റിയിൽ 56,000 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമ്മുടെ ഓർഡർ ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 12:36 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 105 ക്വാണ്ടിറ്റി. 13:13 നമ്മളുടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ടൈം എടുത്തിട്ടാണ്, അത്യാവശ്യം അരമണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. കുറച്ച് താഴത്തേക്ക് പോയിട്ടതിന് ശേഷമാണ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. എനിക്ക് ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട്. പിന്നെ ഇപ്പോൾ തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയതിന് ശേഷമാണ് മാർക്കറ്റിൽ ഞാനിപ്പോൾ എങ്കിൽ ഇതിപ്പം ലൈവ് അല്ലെങ്കിൽ കൂടി വീഡിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം ട്രേഡ് എടുക്കാനുള്ള റീസൺ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളുടെ ഓർഡർ നോക്കി കഴിഞ്ഞാൽ 12:36 എന്ന് പറയുന്ന ഏതായിരുന്നു ക്യാൻഡിൽ? ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. എക്സാക്ട്ലി 12:36 ക്യാൻഡിലിൻ്റെ ഹൈയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റായിരുന്നു നമ്മൾ അവിടെ നിന്ന് പ്ലേസ് ചെയ്തത്. ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിൻ്റെ ചാർട്ട് ആയതുകൊണ്ടാണ്, നിങ്ങൾ പ്രീമിയം വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. എക്സാക്ട്ലി 1:13 ഏകദേശം ഈ ഒരു ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റും ബുക്ക് ചെയ്തു. ഈ എടുത്ത ക്യാൻഡിലിൻ്റെ ലോ തന്നെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത്. ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കുറച്ച് നേരം നെഗറ്റീവായി മാറിയെന്നെങ്കിലും എന്നിട്ടും പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണമെങ്കിൽ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാണെങ്കിൽ ഇച്ചിരിയും കൂടെ ക്ലിയർ ആവും തോന്നുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ അവിടത്തേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മനസ്സിലാവാൻ സാധ്യത. 12:36 ക്യാൻഡിലിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് പ്രീമിയം വൈസ്. ഈ ഒരു ക്യാൻഡിൽ ഈ ആരോ കാണിച്ചേക്കുന്നതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും. ഈ ബ്ലൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്ലൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ എൻട്രി, നമ്മളുടെ എക്സിറ്റാണ്. എക്സാക്ട്ലി നമ്മളുടെ എക്സിറ്റിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു റിവേഴ്സിൽ ഫോം ആയത് കണ്ടോ. സോ നമ്മൾ ഒരുപാട് ഗ്രീൻനെസ് കാണിക്കാതെ നമ്മളുടെ ടാർഗറ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനിയിപ്പം ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ, കാരണം ഇത് ചിലപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മാർക്കറ്റ് ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഏകദേശം ഈ ഒരു സമയം തൊട്ട് ഞാൻ മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും മാർക്കറ്റിൽ എനിക്കൊരു എൻട്രി, പക്ഷേ ഞാൻ ഇച്ചിരിയും കൂടെ താഴത്തേക്ക് വരട്ടെ, ഈ ഒരു പോർഷനിൽ ഇച്ചിരിയും കൂടെ താഴത്തേക്ക് വരട്ടെ എന്നിട്ട് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം മാർക്കറ്റിൽ എൻട്രി എടുക്കാനുള്ള കാരണം ഇതാണ്. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുന്നു. അപ്പോൾ ട്രെൻഡ് നമുക്ക് ഓൾറെഡി കൺഫേം ആയി, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇന്ന് അപ്സൈഡ് ആണെന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ 56,000 എന്ന് പറയുന്ന ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 56,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 56,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പക്ഷേ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് താഴത്തോട്ട് റിവേഴ്സായി എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇവിടെ സെല്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56,000 മേളിലായിരിക്കും ഇവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് വരിക. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തു. ഈ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 56,000 ഈ ഒരു ലെവലിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. പ്ലസ് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തു. ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടി. എക്സാക്ട്ലി ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പേര്, ഈ ഒരു 2 റീസൺ കൊണ്ട് ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 56,000 മേളിലാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സ്റ്റോപ്പ് ലോസുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് ഇവിടെയാണ്. സോ അങ്ങനെയുള്ളവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവരൊക്കെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരുമെന്നുള്ള അസംഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ എക്സാക്ട്ലി നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് അവരെയൊക്കെ ട്രാപ്പ് ചെയ്തു. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി മാർക്കറ്റ് താഴത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ട്രാപ്പ് ആക്കി. ആ സെല്ലേഴ്സിനെ എല്ലാം ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ എൻട്രി എടുത്ത്. എക്സാക്ട്ലി നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്
ഏരിയ ആണ് വെച്ചത്. പ്രീമിയം വൈസ് 100 സ്പോട്ട് വൈസ് 100ൻ്റെയും ബാക്കി ഒരു പ്രീമിയം വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു വെച്ച് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. വളരെ സിമ്പിളല്ല, കുറച്ച് ടൈം എടുത്തു. 12:36 എടുത്തത് നമ്മൾ 1.25 നമ്മളുടെ ട്രേഡിൽ എൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഓവറോൾ ഒരു 5000+ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.